ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലും ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 തവണയും പ്ലേ ഓഫിലെങ്കിലും എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അതും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നുള്ളതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ എക്സിൽ ഒരു ചോദ്യം ആരാധകരോടായിക്കൊണ്ട് ചോദിച്ചിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വരുത്തിവെച്ച പ്രധാനപ്പെട്ട 5 പിഴവുകൾ, മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ചോദ്യം. ഒരു ആരാധകൻ ഇതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. 5 മിസ്റ്റേക്കുകൾ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക്, വിദേശ താരങ്ങളുടെ ലഭ്യതയിലുള്ള അമിതമായ ആത്മവിശ്വാസം. അതുകൊണ്ടാണ് ഓഗ്ബെച്ച്, അൽവാരോ, ഡയസ് തുടങ്ങിയ മികച്ച താരങ്ങളെ ക്ലബ്ബ് കൈവിട്ടത്. അതായത് ഒരു താരം പോയാലും മറ്റൊരു മികച്ച താരത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ട്രാൻസ്ഫറുകളിലെ കൃത്യമായ സ്ട്രാറ്റജി ഇല്ലായ്മ. അതായത് ആരൊക്കെ കൊണ്ടുവരണം, ആരൊക്കെ നിലനിർത്തണം, ആരൊക്കെ വിൽക്കണം എന്ന കാര്യത്തിൽ ക്ലബിന് കൃത്യമായ ഒരു ഘടനയോ സ്ട്രാറ്റജിയോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മൂന്നാമത്തെ കാരണം, ഡൊമസ്റ്റിക് റിക്രൂട്ട്മെന്റ്. മികച്ച ഇന്ത്യൻ താരങ്ങളെ എത്തിക്കുന്നതിൽ സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയമാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഒരുപാട് മികച്ച ഇന്ത്യൻ താരങ്ങളെ മറ്റുള്ള ക്ലബ്ബുകൾക്ക് കൈമാറും. അതിനൊത്ത പകരക്കാരെ കൊണ്ടുവരുന്നതിൽ ക്ലബ്ബ് പരാജയമാണ്. നാലാമത്തെ പോയിന്റ്, ആക്ഷൻ എടുക്കുന്നതിന് പകരം കൂടുതൽ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും എസ്സേകൾ എഴുതുകയും ചെയ്യുന്നു. അതായത് പ്രവൃത്തികളെക്കാൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഉള്ളത് വാചകമടിയാണ് എന്ന ഒരു പോയിന്റാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അഞ്ചാമത്തേത്, ഒരു സ്ഥിരതയും ഇല്ല, തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള പാകപ്പിഴവ് എന്നുള്ള ഒരു പോയിന്റാണ്. അതേസമയം ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം ഈ ഒരു വിശദീകരണത്തിന്റെ അവസാന ഭാഗത്ത് പങ്കുവെക്കുന്നുണ്ട്. അതായത് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടീമിനകത്ത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മാറ്റങ്ങൾ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലബിലുടനീളം പ്രൊഫഷണലിസം ആവശ്യമാണ്. റിക്രൂട്ട്മെന്റ് എന്തായാലും ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. പണം ശരിയായ രീതിയിൽ ചിലവഴിക്കണം. പ്രൂവ് ചെയ്ത താരങ്ങളെ കൊണ്ടുവരണം. ഇതാണ് ഇപ്പോൾ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ വ്യക്തമാക്കിയിട്ടുള്ള 5 പോയിന്റുകൾ. സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണാതെ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ജനുവരിയിൽ ഒരുപാട് താരങ്ങളെ ക്ലബിന് പറഞ്ഞു വിടേണ്ടി വന്നത്. അത്രയും ആവശ്യമില്ലാത്ത താരങ്ങൾ ക്ലബിനകത്ത് കുമിഞ്ഞുകൂടിയിരുന്നു. ഇനിയിപ്പോൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു മികച്ച ടീമിനെ പടുത്തുയർത്തുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇവിടെയില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.